ഒരു തലമുറയെ ത്രസിപ്പിച്ച അനവധി കഥകളുടെ തുടർച്ചകൾ കൂടി നമ്മൾക്ക് സമ്മാനിച്ചതുകൊണ്ടാണ് മോഹൻലാൽ നമുക്കെല്ലാം തലമുറകളുടെ നായകനാവുന്നത്. 47 വർഷത്തെ കരിയറിൽ പുതുപുത്തൻ കഥാപാത്രങ്ങൾ തന്നതോടൊപ്പം ഒരേ കഥാപാത്രമായി പല ആവർത്തി ആ മനുഷ്യൻ നമുക്ക് മുൻപിലെത്തി. അവയെല്ലാം ഓരോ കാലത്തും ഓരോ ജനറേഷൻ്റെയും മനസ്സിൽ ആഴത്തിൽ പതിപ്പിച്ചു. നാടോടിക്കാറ്റിലെ ദാസനിൽ തുടങ്ങി ദൃശ്യത്തിലെ ജോർജ് കുട്ടിയിൽ എത്തി നിൽക്കുന്ന കഥാപാത്ര തുടർച്ചകൾ ഇന്നും ഓരോ മലയാളിക്കും പ്രിയപ്പെട്ടതാണ്. മൂന്നാം വരവിന് ജോർജ് കുട്ടി ഒരുങ്ങുമ്പോൾ തുടർച്ചകളുണ്ടായ ജയപരാജയങ്ങൾ നുണഞ്ഞ മോഹൻലാൽ കഥാപാത്രങ്ങളിലേക്കും അവരുടെ തുടർ കഥകളിലേക്കും ഒരു തിരിഞ്ഞുനോട്ടമാവാം. 2013 ദൃശ്യത്തിൻ്റെ വരവ്. മലയാളത്തിൻ്റെ ത്രില്ലറുകളുടെ റേഞ്ച് മാറ്റിയ ജിത്തു ജോസഫിൻ്റെ ഇമോഷണൽ ഡ്രാമ. 13 വർഷത്തിനിപ്പുറം മൂന്നാം ഭാഗത്തിന് ദൃശ്യമൊരുങ്ങുമ്പോൾ പ്രതീക്ഷകൾ വാനോളമാണ്. മോഹൻലാലിൻ്റെ പിറന്നാൾ ദിവസം സിനിമ എത്തുന്നുവെന്നത് അതിനെ ഇരട്ടിയാക്കുന്നു. ആദ്യ 2 ഭാഗങ്ങളിലും ഞെട്ടിക്കുന്ന ട്വിസ്റ്റ് ആൻഡ് ടേൺസ് തന്ന ജിത്തു ജോസഫ് പക്ഷേ മൂന്നാം ഭാഗത്തെ അങ്ങനെ സമീപിക്കരുതെന്ന നിർദ്ദേശവും നൽകുന്നുണ്ട്. 87 നാടോടിക്കാറ്റ് പുറത്തിറങ്ങുന്നത്. മലയാളി നിത്യജീവിതത്തെ ഇത്രയധികം സ്വാധീനിച്ച മറ്റൊരു സിനിമയുണ്ടോ എന്ന് പോലും അത്ഭുതപ്പെട്ടു പോകുന്ന സത്യനന്ദിക്കാട് മാജിക്. ദാസനും വിജയനും അവരുടെ സാഹസികതകളും പട്ടണപ്രവേശവും കഴിഞ്ഞ് അക്കരെ 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 അങ്ങ് അമേരിക്ക വരെ നീണ്ടു നിന്നു. ജീവിക്കാൻ പെടാപ്പാടുപെടുന്ന യുവത്വം ഇന്നും പച്ചയായ യാഥാർത്ഥ്യമായി തുടരവേ ദാസന്റെയും വിജയന്റെയും കഥ അത്രത്തോളം റിലേറ്റബിൾ ആണ്. കാലം എത്ര കടന്നു പോകുമ്പോഴും ഈ സിനിമകളുടെ സൗന്ദര്യം മായാതെ തുടരുന്നു. അതിലെ ഓരോ ഡയലോഗും ഇന്നും ഓർമ്മിക്കപ്പെടുന്നു, പ്രയോഗിക്കപ്പെടുന്നു.